ലോകത്ത് മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തുടർക്കഥയാവുന്നു. വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ലോകത്തിന് നൽകിയ സമരമുറയാണ് സത്യാഗ്രഹം. മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തുടർക്കഥയാവുന്ന തുർക്കിയിൽ രാഷ്ട്രീയ എതിരാളികൾ ഓരോരുത്തരായി മരിച്ചു വീഴുന്നു. നിരാഹാര സമരത്തിലൂടെ ഓരോ എതിർ ശബ്ദങ്ങളും ഇല്ലാതാകുമ്പോൾ ഭരണകൂടം അദൃശ്യമായി ചിരിക്കുകയാണോ? തുർക്കിയുടെ വിപ്ലവ നായിക ഹെലിൻ ബോലക്കിന് പിന്നാലെ മുസ്തഫ കോച്ചിക്കും മരണത്തിന് കീഴടങ്ങി. നിരാഹാര സമരങ്ങൾ അക്കാലത്തോ അതുമല്ലെങ്കിൽ പിൻകാലത്തോ അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ മറന്നു പോകരുത്. മനുഷ്യാവകാശ ലംഘനം തുടർക്കഥയാകുന്ന തുർക്കിയിൽ നിന്ന് ഒരു വിപ്ലവ നക്ഷത്രം കൂടി ഓർമ്മയായി. ഭരണകൂട ഭീകരയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മുസ്തഫ കോച്ചിക്കും ഒടുവിൽ ചരിത്രത്തിലേക്ക് മറഞ്ഞു. മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ മറ്റൊരു ഇര, അതാണ് മുസ്തഫ കോച്ചിക്. മനുഷ്യാവകാശ പ്രവർത്തകരും തുർക്കി ഭരണകൂടവും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് വാക്പോരിന് വഴിമാറുമ്പോൾ പൊലിയുന്നത് സാധാരണക്കാരുടെ ജീവനുകളാണ്. അല്ലെങ്കിൽ സർക്കാർ വക നടത്തുന്ന ഇത്തരം നിശബ്ദമായ കൊലപാതകം കണ്ടില്ലെന്ന് നടിച്ച് അവരും തിരശീലയ്ക്ക് പിന്നിലെ വെറും കാഴ്ചക്കാരായി മാറുന്നു. ഇത്തരം മരണങ്ങൾക്ക് വിശേഷങ്ങൾ പലതാണെങ്കിലും പ്രതിസ്ഥാനത്ത് ഭരണകൂടം തന്നെയാണെന്ന് പറയാതെ വയ്യ. ഇതിനെല്ലാം പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ കഴുകൻ കണ്ണുകൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരു ഏകാധിപതിയുടെ എല്ലാ സവിശേഷതകളോടും കൂടി ടർക്കിഷ് പ്രസിഡന്റ് റെജപ് ത്വയ്പ് എർദോഗാൻ ഭരണം കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അടിച്ചമർത്തിയും തച്ചുടച്ചും കൊന്നും കൊലവിളി നടത്തിയും എർദോഗാൻ അരങ്ങ് വാഴുകയാണ്. ടർക്കിഷ് പ്രസിഡന്റ് എർദോഗാൻ ഭരണകൂടം നിരന്തരമായ മനുഷ്യാവകാശ ലംഘനത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്ന് തന്നെ പറയാം. ആധുനിക ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന എർദോഗാൻ പ്രസിഡന്റിന്റെ അധികാരം ഭരണഘടനാ ഭേദഗതിയിലൂടെ വീണ്ടും ഇരട്ടിയാക്കിയിരുന്നു. ഭരണകൂടത്തിനെതിരെ വിമർശിക്കുന്നവരും ശബ്ദമുയർത്തുന്നവരും കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുന്നത് ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ഒരു അറസ്റ്റും മരണം വരിക്കലുമാണ് മുസ്തഫ കോച്ചിക്കിന്റേതെന്ന് പറയാതെ വയ്യ. നിരോധിക്കപ്പെട്ട മാർക്സിസ്റ്റ് സംഘടനയുമായി മുസ്തഫയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു 2017 സെപ്റ്റംബറിൽ മുസ്തഫയെ പോലീസ് വേട്ടയാടുന്നത്. സർക്കാർ വക പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വധവുമായി ബന്ധപ്പെട്ട് നിരോധിത സംഘടന പ്രവർത്തകർക്ക് സ്ഫോടക വസ്തു എത്തിച്ചു കൊടുത്തു എന്നായിരുന്നു ആരോപണം. എന്നാൽ പോലീസ് കെട്ടിച്ചമച്ച വെറും സാങ്കല്പിക കഥ മാത്രമായിരുന്നു ഇത്. ഈ ആക്രമണത്തിന് പിന്നിൽ ഗ്രൂപ്പ് യോറം ബാൻഡാണെന്ന് വരുത്തി തീർക്കാനുള്ള പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ആസൂത്രിതമായ ബുദ്ധിയായിരുന്നു ഈ ഗൂഢനീക്കങ്ങൾക്ക് പിന്നിൽ. മുസ്തഫയെ കൊണ്ട് യോറത്തിനെതിരെ കള്ളസാക്ഷി പറയിപ്പിക്കുക. എന്നാൽ അതിന് വിസമ്മതിച്ച മുസ്തഫയെ പോലീസ് തന്ത്രപരമായി ഈ കേസിൽ കുടുക്കുകയായിരുന്നു. തെളിവുകളെല്ലാം മുസ്തഫയ്ക്ക് എതിരായിരുന്നു. പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഒത്തുകളിയാണ് ഈ അറസ്റ്റിന് പിന്നിലെന്ന് കോടതിയിൽ മുസ്തഫ വാദിച്ചെങ്കിലും പ്രതിഭാഗം നിലപാട് കടുപ്പിച്ചതോടെ ജീവപര്യന്തത്തിന് കോടതി വിധിച്ചു. ഇസ്മിൻ പ്രവിശ്യയിലെ സ്കറാൻ ജയിലിൽ 12 ദിവസത്തോളം പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി. തുടർന്ന് നീണ്ട ജയിൽവാസം. അടിച്ചമർത്തലിനും കൊടിയ മർദ്ദനത്തിനും പതറാതെ നിന്ന മുസ്തഫ എന്ന 28 വയസ്സുകാരൻ ജയിലിൽ നിരാഹാര സമരം തുടങ്ങി. തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ശണ്ഠിച്ചു. 297 ദിവസം നീണ്ടുനിന്ന ആ സമരത്തെ സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചു എന്ന് മാത്രമല്ല, ഒടുവിൽ മുസ്തഫ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. തുർക്കിയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ഭരണകൂട അടിച്ചമർത്തലുകൾ എന്ന് പറയുന്നതാകും കൂടുതൽ അഭികാമ്യം. എത്ര തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതിലും പൂർവാധികം ശക്തമായി തിരിച്ചടിക്കും എന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ്. ഒരു മുസ്തഫയ്ക്ക് പകരം 1000 മുസ്തഫമാർ വരും. കാലത്തിന് തോൽപ്പിക്കാൻ കഴിയുന്നതല്ല ടർക്കിഷ് ജനതയുടെ ജനാധിപത്യ ദാഹം.
ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തി ഏകാധിപത്യത്തിലേക്ക് ചുവട് മാറ്റിയവർ എക്കാലവും ചൂണ്ടുവിരൽ തുമ്പിലായിരുന്നു എന്നത് ചരിത്രം. അത്തരത്തിൽ തുർക്കി ഭരണകൂടത്തിനെതിരെയുള്ള ചൂണ്ടുവിരലായിരുന്നു ഗ്രൂപ്പ് യോറം അഥവാ യോറം മ്യൂസിക്കൽ ബാൻഡ്. ഒപ്പം തുർക്കിയുടെ വിപ്ലവ വനിത ഹെലിൻ ബോലക്കും. ഒരു ചരിത്ര ഇതിഹാസമാണ് യോറം സംഘത്തിന്റെയും ഹെലിൻ ബോലക്കിന്റെയും കഥകൾ. കലാകാരന്മാർക്ക് നേരെ പല്ലും നഖവും നീട്ടി എർദോഗാൻ ഭരണകൂടം നിലയുറപ്പിച്ചിരുന്ന കാലം. അക്കാലത്താണ് ഹെലിൻ ബോലക്കും യോറൻ സംഘവും വേട്ടയാടപ്പെടുന്നത്. ഒരു വേട്ടക്കാരന്റെ ലാഘവത്തോടെ 2016 സൈനിക അട്ടിമറിയെ ചെറുത്തു തോൽപ്പിച്ച എർദോഗാൻ രാജ്യത്തെ ഹീറോയായി നിറഞ്ഞു നിന്നിരുന്നു. ഈ സിമ്പതിയെ മുതലെടുത്ത് കണക്കുകൂട്ടലുകളിൽ പിഴയ്ക്കാതെ എർദോഗാൻ വീണ്ടും അധികാരത്തിലെത്തി. 4 സൈനിക അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ച ടർക്കിഷ് ജനത എർദോഗാൻ ഭരണകൂടത്തിന്റെ കീഴിൽ പോയ തുർക്കി വസന്തം തിരികെ എത്തുമെന്ന് വെറുതെ പ്രത്യാശിച്ചെന്ന് പറയാം. അധികാരം കൈപ്പിടിയിലായതോടെ എർദോഗാനിലെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ തനി നിറം പുറത്തുവന്നു. ഭരണകൂടത്തിനെതിരെ വിമർശിക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയെല്ലാം തീവ്രവാദ പട്ടികയിൽപ്പെടുത്തി രാജ്യത്ത് നിരോധിച്ചു. ഒരു പ്രത്യേക മതനിയമത്തിന് അനുസൃതമായിരിക്കും സംവിധാനമെന്ന് പ്രഖ്യാപിച്ചു. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച എർദോഗാൻ ആദ്യം തന്നെ യോറം ബാൻഡിനെതിരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. 1985 തുർക്കിയിലെ മർമാർ സർവകലാശാലയിലെ 4 വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച സംഗീത സംഘമാണ് യോറം. ആദ്യകാലം മുതൽക്കേ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറു പുലർത്തിയിരുന്ന സംഘം കുർദ് നാടോടി സംഗീത ശാഖകളെ കോർത്തിണക്കി രാഷ്ട്രീയ സാമൂഹിക സമകാലീന വിഷയങ്ങളെ പൊതുജന സമക്ഷത്ത് സംഗീത രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. സാമ്രാജ്യത്വം, മുതലാളിത്തം, സൗജനപക്ഷപാതം തുടങ്ങിയ തുർക്കി ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ അതിരൂക്ഷമായി വിമർശിച്ചും അപഹസിച്ചുമുള്ളതായിരുന്നു സംഘത്തിന്റെ ഗാനങ്ങൾ. ഭരണകൂടത്തിനെതിരെ ആക്ഷേപഗാനങ്ങൾ തെരുവുകളിൽ പാടാൻ തുടങ്ങിയതോടെ സർക്കാർ യോറത്തിനെതിരെ തിരിഞ്ഞു. തുർക്കിയിൽ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ റവല്യൂഷണറി ലിബറേഷൻ പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് വേട്ടയാടാൻ തുടങ്ങി. വേട്ടക്കാരന്റെ കയ്യിലകപ്പെട്ട ഇരയെപ്പോലെ ഭരണകൂടത്തിന്റെ കൊടുപീഡനത്താൽ യോറം സംഘം 4 പാടും പാഞ്ഞു. ഗാനങ്ങളുടെ റെക്കോർഡിംഗ് പകർപ്പുകൾ അഗ്നിക്കിരയാക്കി 400ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയും നാടുകടത്തിയും നിരന്തരമായ രാഷ്ട്രീയ അടിച്ചമർത്തലുകൾക്ക് വിധേയരാക്കി. പുത്തൻ സംഗീത ആൽബം പിടിച്ചെടുത്തും സംഗീതോപകരണങ്ങൾ മോഷ്ടിച്ചും ഭരണകൂടം നിരന്തരം വേട്ടയാടി. 2010 2011 യോറം സംഘടിപ്പിച്ച സംഗീത പരിപാടിയിൽ 1.5 ലക്ഷം ജനങ്ങൾ പങ്കെടുത്തെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടെ യോറം ബാൻഡിനെതിരെ കൂടുതൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. 2013 നിരോധിത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് യോറം ബാൻഡിലെ 5 പ്രമുഖരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 ദിവസത്തെ ക്രൂരമർദ്ദനങ്ങൾക്ക് ശേഷം പോലീസ് വിട്ടയച്ചു. 2016 പോലീസ് നടത്തിയ മറ്റൊരു നരനായാട്ടിൽ ഓറത്തിന്റെ സംഗീത ഉപകരണങ്ങളെല്ലാം തല്ലിത്തകർക്കുകയും 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2018 എർദോഗാൻ അധികാരത്തിലെത്തിയതോടെ ഈ കലാവിഷ്കാരത്തെ എന്നേക്കുമായി നിരോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. യോറം ഗ്രൂപ്പിന്റെ ആശയങ്ങളോട് ടർക്കിഷ് യുവാക്കൾക്ക് കമ്പമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ എർദോഗാൻ രാജ്യത്തെ എല്ലാ തരത്തിലുമുള്ള സംഗീത സാംസ്കാരിക പരിപാടികൾ നിർത്തലാക്കാൻ ഉത്തരവിട്ടു. ഇതോടെ കലാകാരന്മാർ ഉണർന്നു എന്ന് തന്നെ പറയാം. കല കലയ്ക്കു വേണ്ടി മാത്രമുള്ളതാണെന്നും അത് രാഷ്ട്രീയമാണെന്നും അതൊരു പ്രതിഷേധ മാർഗം കൂടിയാണെന്നും തിരിച്ചറിഞ്ഞ കലാകാരന്മാർ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. തെരുവുകളിൽ പ്രതിഷേധ കാറ്റ് അലയടിച്ചു. ഗ്രാനേഡും റബ്ബർ ബുള്ളറ്റുമായി പ്രക്ഷോഭകാരികളെ പോലീസ് നേരിട്ടു. രക്തരൂക്ഷിതമായ സംഘർഷത്തിനൊടുവിൽ ഹെലിൻ ബോലക്കിനെ ഭരണകൂടം അറസ്റ്റ് ചെയ്തു.
യോറം സംഗീത സംഘത്തിലെ 2 ഗായകരായിരുന്നു ഹെലിൻ ബോലക്കും ഇബ്രാഹിം ഹോഗേക്കും. 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടച്ചു. എങ്കിലും രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ച ഹെലിൻ ബോലക് ജയിലിൽ നിരാഹാരം ആരംഭിച്ച് പ്രതിഷേധമറിയിച്ചു. ബാൻഡ് സംഘത്തിന് എതിരെയുള്ള പോലീസ് അതിക്രമം അവസാനിപ്പിക്കുക, ഗ്രൂപ്പ് മെമ്പർമാരെ ജയിലിൽ നിന്നും വിട്ടയക്കുക, അവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹെലിൻ ബോലക്കും ഇബ്രാഹിം ഹോക്കേക്കും നിരാഹാര സമരം തുടങ്ങിയത്. 2019 നവംബർ 20 ക്രൂരമർദ്ദനങ്ങൾക്കൊടുവിൽ ഹെലിൻ ബോലക്കിനെ ഭരണകൂടം ജയിൽ മോചിതയാക്കി. വിപ്ലവ വനിത പക്ഷേ സമരത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. സംഗതി തിരിച്ചറിഞ്ഞ എർദോഗാൻ ഭരണകൂടം ഹെലിൻ ബോലക്കിന്റെ നിരാഹാര സമരം കണ്ടില്ലെന്ന് നടിച്ചു. ഒടുവിൽ 2020 മാർച്ച് 11 ഹെലിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ടർക്കിഷ് ഗവൺമെന്റ് ഹെലിനെ ബലമായി അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കി. ഏതാനും ദിവസങ്ങൾ കൂടി ജീവിച്ചിരുന്ന ആ വിപ്ലവ വനിത നീണ്ട 288 ദിവസത്തെ നിരാഹാര സമരത്തിനൊടുവിൽ മരണമടഞ്ഞു. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ധീരമായി സമരം ചെയ്ത് 28ാമത്തെ വയസ്സിൽ മരണത്തിലേക്ക് നടന്നു കയറി ഹെലിൻ ബോലക്. ഓരോ ഏകാധിപതിയും അങ്ങനെയാണ്. അധികാരം മാത്രമായിരിക്കും പ്രഥമ ലക്ഷ്യം. അതിനിടയിൽ മരിച്ചു വീഴുന്നവർ വെറും മൺകോലങ്ങൾ മാത്രം. അവിടെയാണ് ഹെലിൻ ബോലക്കിന്റെ ജീവിതവും സമരവും മരണവും ഏറെ പ്രസക്തമാകുന്നത്. സ്വാർത്ഥതയുടെ ഈ ലോകത്ത് നിസ്വാർത്ഥതയുടെ മുഖമായി മാറിയ ഒരു പറ്റം വ്യക്തിത്വങ്ങൾ, തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറത്ത് സമൂഹത്തിൽ മനുഷ്യാവകാശങ്ങളും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി പോരാടിയവർ. വിട ഹെലിൻ ബോലക്. മനോഹരവും അത്രമേൽ തീക്ഷ്ണവുമായ ഒരു ടർക്കിഷ് കുർദിഷ് ഗാനം പോലെ നീ ജ്വലിച്ചുകൊണ്ടേയിരിക്കട്ടെ. ടർക്കിഷ് ഭരണകൂടവും റെജബ് തൊയ്ബ് എർദോഗാനുമെല്ലാം കാലചക്രത്തിന്റെ കറക്കത്തിൽ ചരിത്രത്തിന് വഴിമാറും. അപ്പോഴും ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ ഹെലിൻ ബോലക്കും ഒരു പറ്റം രക്തസാക്ഷികളും ഉണ്ടാകും. ശത്രുവിനെ വ്യക്തിയായി മാനിക്കണമെന്ന് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ് ഇവിടെ. കൊറോണ വഴി തുറക്കുന്നത് മറ്റൊരു മഹാമാരിക്ക്. ധനിക ദരിദ്രഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ബാധിച്ച കൊറോണയിൽ പക്ഷേ ഭക്ഷണ ലഭ്യതയുടെ കാര്യത്തിൽ ആ സമഭാവം അവസാനിക്കുന്നു. കൊറോണ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ പട്ടിണിയിലാക്കി, അതുമല്ലെങ്കിൽ നിത്യ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെ പറയാം. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്തെ 2 പേർ മുഴുപട്ടിണിയിലാണ്. കൊറോണയിൽ എരിഞ്ഞമരുന്ന വിശപ്പിന്റെ വിളിയിലേക്ക് ഒന്ന് എത്തി നോക്കാം. കൊറോണ വിതച്ച മഹാമാരിയിൽ തകർന്നിടിയുന്നത് മനുഷ്യജീവനുകൾ മാത്രമല്ല, ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗതി തന്നെ നിലച്ചു എന്ന് പറയുന്നതാകും ഉത്തമം. കൊറോണ വൈറസിനെ സമകാരി എന്നും വിശേഷിപ്പിക്കുന്നവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് പറയാം. സമകാരി പ്രയോഗത്തിന് പിന്നിൽ നാം കണ്ടെത്തുന്ന വ്യാഖ്യാനം ധനിക ദാരിദ്ര്യഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ രോഗം ബാധിക്കുന്നു എന്നതാണ്. ആഫ്രിക്കയിലെ ജനങ്ങൾക്കും ബ്രിട്ടീഷ് രാജകുമാരനും വരെ കോവിഡ് ബാധിച്ചു. പക്ഷേ ഭക്ഷണ ലഭ്യതയുടെ ത്രാസിൽ തൂക്കുമ്പോൾ ആ സമഭാവം എങ്ങോ പോയി മറയുന്നു. പട്ടിണി ഒരു യാഥാർത്ഥ്യമാണ്. വിശപ്പിന്റെ വിളിയുടെ മുന്നിൽ ഈ ലോകത്ത് 2 തരം മനുഷ്യരുണ്ടെന്ന് പറയുന്നതാകും കൂടുതൽ അഭികാമ്യം. പണമില്ലാത്തവൻ മാത്രമാണ് പട്ടിണിയിൽ. ആ തട്ടിൽ ധനികനില്ല. കൊറോണ വൈറസ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് പട്ടിണിയിലാക്കിയതെന്ന് പറയാതെ വയ്യ. ആഗോളതലത്തിൽ തന്നെ ലോക്ക്ഡൌണും സാമൂഹിക അകലം പാലിക്കൽ നടപടികളും പലരുടെയും ജോലിയും വരുമാനവും ഇല്ലാതാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരളലിയിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് ഇപ്പോൾ തന്നെ പല ദരിദ്ര രാജ്യങ്ങളിലും
വൻതോതിൽ വർദ്ധിച്ചതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു. ഇവിടെയെല്ലാം വിശപ്പിന്റെ വിളികളുമായി പാതിയടഞ്ഞ മിഴികൾ തുറന്ന് ഒരു പറ്റം ജനത ലോകത്തിന്റെ കനിവിനായി കാതോർക്കുന്നു എന്ന കാര്യം ലോകം നമ്മോട് വിളിച്ചു പറയുകയാണ്. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ നിന്നാണ് ഒരു ദാരുണ ദൃശ്യം ലോകത്ത് പ്രചരിച്ചത്. ഒരു ഉൾനാടൻ ചേരി പ്രദേശത്ത് മാസ്ക് അണിഞ്ഞ ഏതാനും സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുകയായിരുന്നു. കണക്കിൽ കവിഞ്ഞ ജനങ്ങളെ കണ്ട അധികൃതരും ഞെട്ടി. തങ്ങൾക്ക് ഭക്ഷണപ്പൊതി ലഭിച്ചില്ലെങ്കിലോ എന്ന് കരുതി പൊതി വാങ്ങാൻ വരി നിന്നവർ തമ്മിൽ കൂട്ട ഉന്തും തള്ളലുമായി. ഒടുവിൽ അത് അടിപിടിയിൽ കലാശിക്കുമ്പോൾ വിശപ്പിന്റെ വിളിക്ക് പരിഹാരം കണ്ടെത്താനുള്ള തിടുക്കത്തിനിടയിൽ 2 മനുഷ്യജീവനുകൾ പൊലിഞ്ഞിരുന്നു. ഒപ്പം ഏതാനും പേർ ഗുരുതര പരിക്കുകളുമായി. ലോകത്ത് കോടിക്കണക്കിന് തൊഴിലാളികളാണ് സർക്കാരിൽ നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നും ലഭിക്കുന്ന ആഹാരത്തിനായി വരി നിൽക്കുന്നതെന്ന കാര്യം നമ്മുടെ ചിന്താ വിഷയമാകണം. ആഹാരമില്ലാതെ ദുരിതാവസ്ഥയിലാണ് തങ്ങളെന്ന് സൂചിപ്പിക്കാൻ കൊളംബിയയിലെ പല കുടുംബങ്ങളും ജനാലകളിലും ബാൽക്കണിയിലും മറ്റും ചുവന്ന വസ്ത്രങ്ങളും പതാകകളും തൂക്കിയിട്ടിരിക്കുന്നതായി ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ലോകത്ത് കൊറോണയ്ക്ക് മുൻപും പട്ടിണിയുണ്ടായിരുന്നു. അതിനു മുൻപ് 13.5 കോടി പേർ ലോകത്ത് ഭക്ഷ്യക്ഷാമം നേരിടുന്നതായിട്ടായിരുന്നു പൊതുവെയുള്ള കണക്ക്. എന്നാൽ ഈ പട്ടികയിലേക്ക് കൊറോണ വ്യാപനവും തുടർ നടപടികളും 13 കോടി ജനങ്ങളെ കൂടി എത്തിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു. Meanwhile, the virus is spreading, the danger is growing. 2020 കടന്നു പോകുമ്പോഴേക്കും 26.5 കോടി പേർ ലോകത്ത് പട്ടിണിയുടെ വക്കിലെത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇതിൽ എത്ര മനുഷ്യജീവനുകൾ വിശപ്പിന്റെ വിളിയുടെ ഇരയായി മരിക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. വേൾഡ് ഫുഡ് പ്രോഗ്രാമിലെ മുഖ്യ സാമ്പത്തിക വിദഗ്ധൻ ആരിഫ് ഹുസൈൻ ഇത്തരമൊരു സാഹചര്യം മുൻപ് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഭയാനകമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നുകളിലെ ലോകം കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാം. ലോക ജനത മുൻപും കനത്ത പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമായിരുന്നു എന്ന് പറയാം. കാലാവസ്ഥ വ്യതിയാനം, സാമ്പത്തിക മാന്ദ്യം, യുദ്ധം, രാഷ്ട്രീയ അസ്ഥിരത തുടങ്ങിയ കാരണങ്ങളാണ് ഇത്തരം പ്രദേശങ്ങളിലെ ദാരിദ്ര്യത്തിന് ഇടയാക്കിയിരുന്നത്. എന്നാൽ ആഗോള വ്യാപകമായി തന്നെ പട്ടിണി പടരുന്ന പ്രത്യേക സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതെന്ന് പറയുന്നതാകും ഉത്തമം. ലോകത്തിൽ ഉടൻ തന്നെ ഉൽപാദന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നു. ദശലക്ഷക്കണക്കിന് പേർക്കാണ് ലോകത്തിലാകമാനം തൊഴിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന രാജ്യങ്ങൾ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നു. ആഗോള ടൂറിസം മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു വാഴപ്പഴത്തിനായി 100-ലധികം കുരങ്ങന്മാർ കടിപിടി കൂട്ടുന്ന ദൃശ്യം തായ്ലൻഡിൽ നിന്നും പ്രചരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ടൂറിസം മേഖലയുടെ തകർച്ച മനുഷ്യരും മാത്രമല്ല, അതുവഴി മൃഗങ്ങളെയും ദുരിതത്തിലാക്കി എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി. ആഗോളതലത്തിലെ എണ്ണ വിലയിടിവ്, നാട്ടിലേക്ക് അയക്കാൻ പണമില്ലാത്ത വിദേശ തൊഴിലാളികൾ, കാലാവസ്ഥാ വ്യതിയാനം, അക്രമം, മാനുഷിക ദുരന്തങ്ങൾ എന്നിവ പട്ടിണിയുടെ ആക്കം കൂട്ടുന്നു. ലോക്ക്ഡൌണിനെ തുടർന്നുള്ള നിരാശകൾക്കും വിശപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾക്കുമിടയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രതിഷേധവും കൊള്ളയും അരങ്ങേറുന്നുവെന്ന വാർത്തകളുമുണ്ട്. ലോകം മുഴുവൻ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതോടെ 36.8 കോടി വിദ്യാർത്ഥികൾക്കാണ് സ്കൂളിൽ നിന്നും മറ്റും ലഭിച്ചുവന്ന പോഷകാഹാരവും ലഘുഭക്ഷണവും ഇല്ലാതായത്. എന്നാൽ മറുവാദവുമുണ്ട്. കോവിഡ് മഹാമാരി ആഗോളതലത്തിൽ ഇതുവരെ ഭക്ഷണത്തിന് കുറവോ വൻതോതിലുള്ള ദാരിദ്ര്യത്തിനോ ഇടയാക്കിയിട്ടില്ലെന്ന് വാഷിംഗ്ടണിലെ ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ജോഹാൻ സ്വിന്നൻ പറയുന്നു.
It is important that the world comes together today to make sure that this global health crisis is not turning into a major global food crisis as well. അതേസമയം വിളവെടുപ്പ് നടക്കാത്ത അവസ്ഥ, ഗതാഗത തടസ്സങ്ങൾ തുടങ്ങിയവ വരും മാസങ്ങളിൽ ദരിദ്ര രാജ്യങ്ങളെ കൂടുതൽ വലയ്ക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഭക്ഷണാവശ്യങ്ങൾക്കായി ഇറക്കുമതി ഏറെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെയാകും ഇത് വലിയ തോതിൽ ബാധിക്കുക. വികസിത രാജ്യങ്ങളിൽ ഭക്ഷ്യവിതരണം, ചില്ലറ വിൽപ്പന തുടങ്ങിയ സംവിധാനങ്ങൾ സംഘടിതമാണെങ്കിൽ വികസ്വര രാജ്യങ്ങളിലെ സംവിധാനങ്ങൾ മിക്കതും തൊഴിലാളി കേന്ദ്രീകൃതമാണ്. ഈ ഉൽപാദന വിതരണ ശൃംഖലകളെ കോവിഡ് പിടിച്ചുലയ്ക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ കുതിച്ചുചാട്ടം ഇല്ലെങ്കിലും ലോകമെമ്പാടുമുള്ള പാവപ്പെട്ടവരുടെ ഭക്ഷ്യസുരക്ഷ വരും നാളുകളിൽ ഗണ്യമായ തോതിൽ വഷളാകാൻ സാധ്യതയുണ്ട്. കരിച്ചന്തയും പൂഴ്ത്തിവയ്പും ഇതിന് ആക്കം കൂട്ടുമെന്നത് നാം കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം തന്നെ. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപേ ഞെരുക്കത്തിലായിരുന്ന സുഡാൻ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഭക്ഷണം, മരുന്ന് തുടങ്ങിയ നിർണായക വസ്തുക്കൾക്ക് എണ്ണ വരുമാനം കൂടുതലായി ഉപയോഗിക്കുന്ന ഇറാനെ പോലുള്ള രാജ്യങ്ങളും ഈ കൊറോണ അവസാനിക്കുന്നതോടെ മുഴുപട്ടിണിയിലാകുമെന്ന് തീർച്ച. ലോകത്തെ തന്നെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്കും ദരിദ്രാവസ്ഥയിലേക്കും നയിക്കുന്ന കോവിഡ് മഹാമാരി വെനസ്വാലയിലെ ആഫ്രിക്കൻ വെട്ടുകിളി ആക്രമണത്തെ നേരിടാനുള്ള ശ്രമങ്ങളെയും കോവിഡ് മഹാമാരിയുടെ നിയന്ത്രണ നടപടികൾ മന്ദഗതിയിലാക്കി. കോടിക്കണക്കിന് വെട്ടുകിളികളുടെ വരവ് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ കൂടുതൽ ആഴത്തിലാക്കുമെന്ന് കിഴക്കൻ ആഫ്രിക്കയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ റെസിലൈൻസ് ടീം മേധാവി സിറിൽ ഫെറാണ്ട് പറഞ്ഞു. I was in Somalia just a few days ago. The breeding areas for ഗതാഗത നിയന്ത്രണം, വിമാനത്താവളം അടച്ചുപൂട്ടൽ തുടങ്ങിയവ മേച്ചിൽ സ്ഥലങ്ങളിലും വിളകളും സംരക്ഷിക്കുവാനും മറ്റും സഹായിക്കുന്ന കീടനാശിനികളുടെ വിതരണത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഭക്ഷ്യക്ഷാമം ഇതിനോടകം തന്നെ ചില രാജ്യങ്ങളിൽ ചെറിയ കലാപത്തിലേക്ക് നയിച്ചു തുടങ്ങി എന്ന ആശങ്ക ആ രാഷ്ട്രങ്ങളെ അസ്വസ്ഥരാക്കി തുടങ്ങിയിരിക്കുന്നു. കൊളംബിയയിൽ തീരദേശ സംസ്ഥാനമായ ലാ ഗുജേറയിലെ നിവാസികൾ ഭക്ഷണത്തിന്റെ ആവശ്യകത ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി റോഡുകൾ തടയാൻ തുടങ്ങി. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള നിയന്ത്രണങ്ങളുടെ ഫലങ്ങൾ വരും ദിനങ്ങളിൽ ആഗോളതലത്തിൽ ഏറെ കഷ്ടതകൾക്ക് കാരണമായേക്കുമെന്ന് തന്നെ നാം ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. മധ്യപൂർവ്വ ദേശങ്ങളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ലെബനൻ നഗരം കത്തിയെരിയുന്നു. സാമ്പത്തിക ഞെരുക്കത്തിൽ തകർന്നടിഞ്ഞ ലെബനനിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. സമാധാന സമരക്കാർ എന്ന് ലോകം വാഴ്ത്തിയ ലെബനീസ് ജനത ഇപ്പോൾ പക്ഷേ അക്രമാസക്തരായി. ലെബനൻ താഴ്വരയിൽ പടർന്നു പിടിച്ച അശാന്തിയുടെ പിന്നാമ്പുറം തേടാം. ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന പുരാതന നഗര രാജ്യമായ ലെബനൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. അനേകം സംസ്കാരങ്ങളുടെ സമന്വയ ഭൂമിയായ ലെബനൻ കലാപങ്ങൾക്കും യുദ്ധക്കെടുതികൾക്കും വഴിമാറി എന്ന് പറയാം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര സംഘർഷം മറനീക്കി പുറത്തേക്കെത്തിയിരിക്കുന്നു. ഒരു കാലത്ത് ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തിയായി വളർന്നുവന്ന രാജ്യം ഒറ്റയടിക്ക് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. ലെബനീസ് പൗണ്ടിനാണെങ്കിൽ കടലാസിന്റെ വില പോലുമില്ല. കലുഷിതമായ ജീവിത സാഹചര്യത്തിൽ പൊറുതിമുട്ടിയ ജനത നെട്ടോട്ടമോടുകയാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ് ലെബനൻ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന്. ഇടയ്ക്കിടെയുണ്ടായ ആഭ്യന്തര സംഘർഷവും ആ രാജ്യത്തെ തകർത്തെറിഞ്ഞു എന്ന് പറയാതെ വയ്യ. കൊറോണ വൈറസ് അതിഭീകരമാം വിധം ലോകത്ത് തേർവാഴ്ച നടത്തുന്ന കാര്യം ലെബനീസ് ജനത അറിഞ്ഞോ എന്ന കാര്യത്തിൽ സംശയമാണ്. അല്ലെങ്കിൽ അതൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന കണക്കുകൂട്ടലിൽ അവർ തെരുവോരം കൈയടക്കിയിരിക്കുന്നു. ലെബനീസ് ജനതയെല്ലാം തെരുവിലുണ്ട്. സർക്കാരിനെതിരെ പട നയിക്കാനാണ് തീരുമാനം. ലോകം മുഴുവൻ കൊറോണയിൽ കുടുങ്ങി ലോക്ക്ഡൌണും
നിരോധനാജ്ഞയുമെല്ലാമായി കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ഇവർക്കിത് എന്ത് പറ്റിയെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാഹചര്യം എന്തു തന്നെയായാലും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ലബനീസ് ജനത. കാരണം നീതിക്ക് വേണ്ടി തുടങ്ങിയ തെരുവ് യുദ്ധം നീതി ലഭിക്കാതെ അവസാനിക്കുന്ന മറ്റൊന്നുമില്ലെന്ന് തന്നെ പറയുന്നതാകും ഉത്തമം. സാമ്പത്തിക മാന്ദ്യത്തിൽ രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുമ്പോഴും ഭരണകൂടത്തിന്റെ അഴിമതിക്ക് ഒരു കുറവുമില്ലെന്ന് കുറ്റപ്പെടുത്തുന്നു. പോയ വർഷം രക്തരൂക്ഷിത വിപ്ലവം തെരുവിൽ അരങ്ങേറിയെങ്കിലും അതിനൊന്നും ഭരണകൂടത്തെ കുലുക്കാനായില്ല. തീരുമാനം പഴയ കുപ്പിയിലെ വീഞ്ഞു പോലെ തന്നെ. ഇതൊക്കെയായിരിക്കാം പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന് കാരണം. ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ അല്പം കൈവിട്ട മട്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അക്രമാസക്തരായ പ്രക്ഷോഭകാരികൾ ലബനീസ് ബാങ്കിനെല്ലാം തീയിട്ടു. സർക്കാർ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കി. റോഡ് കയ്യേറിയും സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തും കലാപം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്നുണ്ടായ പ്രകോപനമാണെന്ന് പറയുന്നവർ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. 2019 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന സാദ് അൽ ഹരീരി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭം നടന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിധത്തിലും കരകയറാൻ കഴിയാതെ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലെ മെസ്സേജിംഗ് സംവിധാനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താൻ ഹരീരി സർക്കാർ തീരുമാനിക്കുന്നത്. ഒരു വ്യക്തിക്ക് നിശ്ചിത എണ്ണം വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. ബാക്കി അയക്കുന്ന ഓരോ സന്ദേശങ്ങൾക്കും നികുതി ഏർപ്പെടുത്തുന്ന നിയമമായിരുന്നു അന്ന് പാർലമെന്റിൽ പാസാക്കാൻ ശ്രമിച്ചത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. ജനങ്ങൾ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങി. ഈ നിയമം പിൻവലിച്ചേ മതിയാകൂ എന്നായിരുന്നു പ്രക്ഷോഭകാരികളുടെ ആവശ്യം. അതുവരെ നമുക്ക് സുപരിചിതമായ സമരമുറകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു അന്നത്തെ സമരം. തെരുവുകൾ കയ്യേറിയ സമരക്കാർ പാട്ടും നൃത്തവുമായി സമരത്തിന് ഒരു പുതിയ മുഖം ചാർത്തി എന്ന് തന്നെ പറയാം. ലോകം കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ സമരമുറകൾ. പലപ്പോഴും പോലീസും പ്രക്ഷോഭകാരികളും തമ്മിൽ തമാശ പറയുന്നതും ആഹ്ലാദം പങ്കുവയ്ക്കുന്നതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ലബനനിലെ പ്രശസ്ത DJ പാട്ടുകാരും സമരത്തിന്റെ ഭാഗമായതോടെ രാജ്യം മുഴുവനും ആഹ്ലാദ തിമിർപ്പിലായി. രാത്രി വൈകിയും തെരുവോര സമരങ്ങൾ നീണ്ടുനിന്നു. കുടുംബങ്ങൾ ഒന്നായി രാത്രി ആഘോഷങ്ങൾക്കെന്ന പോലെ തെരുവുകളിലേക്ക് എത്തിയത് വൻ ജനാവലിക്ക് കാരണമായി. ലബനീസ് സമരത്തിന്റെ എക്കാലത്തും ഓർമ്മപ്പെടുത്തുന്ന വൈറൽ വീഡിയോയാണ് ബേബി ഷാർക്ക് പാടി കുട്ടിയെ ഉറക്കുന്നത്. ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അർദ്ധരാത്രിയിൽ ഒരമ്മയും കുഞ്ഞും സമരക്കാരുടെ മുന്നിലകപ്പെട്ടു. പ്രക്ഷോഭകാരികൾ വാഹനം തടഞ്ഞതോടെ കുഞ്ഞ് ഉറങ്ങുകയാണെന്നും ഉണർത്തരുതെന്നും അമ്മ ആംഗ്യം കാണിച്ചു. ഉടനെ പ്രക്ഷോഭകാരികൾ ലബനനിലെ കുഞ്ഞുങ്ങളെ ഉറക്കുന്ന ഉറക്കുപാട്ടായ ബേബി ഷാർക്ക് പാടി വാഹനത്തിന് ചുറ്റും നീങ്ങുന്നത് സമൂഹ മാധ്യമത്തിൽ ഏറെ വൈറലായി. അതോടെ ലബനൻ സമരത്തിന്റെ പ്രതീകാത്മക സംഗീതം ബേബി ഷാർക്കായെന്ന് പറയാം. തെരുവോരങ്ങളിലും സമരമുഖത്തും പാട്ടുകാർ ബേബി ഷാർക്ക് ഏറ്റെടുത്തതോടെ ലബനൻ മുഴുവൻ ബേബി ഷാർക്കിൽ മുങ്ങി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും സമരത്തിന്റെ രീതി മാറ്റാതെ നീതി ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ സംഗീത സമരം അക്രമാസക്തമായി. പെട്ടെന്നുണ്ടായ ജനരോക്ഷത്തിൽ പകച്ചുപോയ ലബനീസ് ഭരണകൂടം പ്രധാനമന്ത്രി സാദ് അൽ ഹരീരി രാജിവെച്ച് ഒഴിയുക എന്നല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞു. രാജ്യത്തിലെ മറ്റൊരു പ്രബല കക്ഷിയായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള സമവായ ചർച്ചകൾ നടത്തിയെങ്കിലും പ്രക്ഷോഭകാരികൾ പിന്മാറാൻ കൂട്ടാക്കിയില്ല. പ്രക്ഷോഭകർ മിതത്വം പാലിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ രാജി ലബനനെ തകർക്കുമെന്നൊക്കെ വാദിച്ചു നോക്കിയെങ്കിലും പ്രക്ഷോഭകാരികൾ പിന്മാറിയില്ല. ഇതോടെ ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി സാദ് അൽ ഹരീരി രാജിവെക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ രാജിയെ തുടർന്ന് പ്രക്ഷോഭം തൽക്കാലം കെട്ടടങ്ങി എന്ന് തന്നെ പറയാം. പക്ഷേ വീണ്ടും ചില പൊട്ടിത്തെറികൾ നടന്നു.
പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന സമീർ ഹാത്തിബ് മത്സര രംഗത്ത് നിന്ന് പിന്മാറിയതോടെ സാദ് അൽ ഹരീരി വീണ്ടും പ്രധാനമന്ത്രിയാകാൻ ഒരു പിൻവാതിൽ ശ്രമം നടത്തി. ഇത് മനസ്സിലാക്കിയ പ്രക്ഷോഭകാരികൾ വീണ്ടും സമരത്തിന് ആഹ്വാനം ചെയ്തു. ഇതോടെ ലബനൻ പ്രസിഡന്റ് മൈക്കിൾ ഔൻ ഹരീരിയുടെ ഈ നീക്കത്തെ നിരുത്സാഹപ്പെടുത്തുകയും മത്സര രംഗത്ത് നിന്ന് നീക്കുകയും ചെയ്തു. ഒടുവിൽ കാര്യങ്ങൾക്ക് തീരുമാനമായി. ലബനനിലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഹസൻ ദിയാബിനെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. ഇതോടെ പ്രക്ഷോഭം കെട്ടടങ്ങി. ലബനനിലെ ഭരണ സംവിധാനത്തിലുമുണ്ട് ചില പ്രത്യേകതകൾ, അധികാരങ്ങൾ എല്ലാം മതാടിസ്ഥാനത്തിൽ വീതം വെച്ച് നൽകിയിരിക്കുകയാണ്. ലബനനിലെ പ്രസിഡന്റ് ഒരു ക്രിസ്ത്യൻ വിഭാഗക്കാരനും പ്രധാനമന്ത്രി ഒരു സുന്നി മുസ്ലിമും പാർലമെന്റ് വക്താവായി ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ആളുമായിരിക്കണം. പുതിയ പ്രധാനമന്ത്രി ചുമതലയേറ്റിട്ടും ഇപ്പോഴും പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായി തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കൊറോണയിൽ തട്ടി അനിയന്ത്രിതമായി മരണനിരക്ക് ഉയരുമ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ വിസ്മരിക്കരുത്. ഓരോ ജീവനും അമൂല്യമാണ്. വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.